ഹായ്, ഞാൻ തീർത്ത. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനപ്പോൾ ഇതേപോലെയുള്ള കാലിഗ്രാഫിക് ഫോണ്ട് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പേന ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബ്രഷ് പെൻസൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കാലിഗ്രഫി ചെയ്യാനായിട്ട്. നമ്മളിവിടെ ഫേക്ക് കാലിഗ്രഫിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പെൻസിലും പേനയും വെച്ചിട്ടാണ് നമ്മൾ ഈ കാലിഗ്രഫി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം ഇങ്ങനൊരു ബുക്ക് വേണം. വരെയുള്ള ഏതെങ്കിലും നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഡയറിയോ, പഴയ ഏതെങ്കിലും ഡയറിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഈ കാലിഗ്രഫിയിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലുള്ള സ്ട്രോക്സ് ആണ്. അപ്വേർഡ് സ്ട്രോക്കും ഉണ്ട്, ഡൗൺവേർഡ് സ്ട്രോക്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ആ രണ്ട് സ്ട്രോക്സ്. നമ്മൾ അപ്വേർഡ് എന്ന് പറയുമ്പോൾ മേലേക്ക് വരക്കുന്ന സ്ട്രോക്സ് ആണ് അപ്വേർഡ് സ്ട്രോക്സ്. പിന്നെ താഴത്തെ ഡയറക്ഷനിലേക്ക് വരക്കുന്ന സ്ട്രോക്സിന് നമ്മൾ ഡൗൺവേർഡ് സ്ട്രോക്സ് എന്നും പറയുന്നു. ഇത് അപ്വേർഡ് സ്ട്രോക്ക്. ഈ സ്ട്രോക്കാണ് ഡൗൺവേർഡ് സ്ട്രോക്ക്, നമ്മൾ താഴേക്ക് വരക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അപ്വേർഡ് സ്ട്രോക്കും ഡൗൺവേർഡ് സ്ട്രോക്കും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ കാലിഗ്രഫിയിൽ അപ്വേർഡ് സ്ട്രോക്ക് ചെയ്യുന്ന സമയത്ത് നല്ല തിന്നായിട്ടാണ് വരക്കുക. ഡൗൺവേർഡ് സ്ട്രോക്ക് തിക്ക് ലൈൻ ആയിരിക്കും. ഇതേപോലെ നമുക്ക് അപ്വേർഡ് സ്ട്രോക്ക് ബ്രഷിനോ അല്ലെങ്കിൽ നമ്മൾ ഏത് ഇത് വെച്ചിട്ടാണോ വരക്കുന്നത്, ഇപ്പം ഞാനിവിടെ പെൻസിൽ വെച്ചിട്ടാണ് വരക്കുന്നത്, അപ്പോൾ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് വരക്കാം. അപ്വേർഡ് സ്ട്രോക്സ് തിന്നായിട്ടാണ് നമ്മളിവിടെ അപ്വേർഡ് സ്ട്രോക്സ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഡൗൺവേർഡ് സ്ട്രോക്സ് വരച്ച് നോക്കാം. അത് നമ്മൾ പെൻസിലിൽ കുറച്ച് അധികം പ്രഷർ അപ്ലൈ ചെയ്തതിന് ശേഷം വരക്കുക. ഇങ്ങനെ നമുക്ക് അപ്വേർഡ് സ്ട്രോക്സും ഡൗൺവേർഡ് സ്ട്രോക്സും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലെറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ അപ്വേർഡ് സ്ട്രോക്സും ഉണ്ടാവും, ഡൗൺവേർഡ് സ്ട്രോക്സും ഉണ്ടാവും. അതിൽ കാലിഗ്രഫിയിൽ നമ്മളിപ്പോൾ ആൽഫബറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഡൗൺവേർഡ്, ഇപ്പോൾ ഞാനിവിടെ ഈ ലെറ്ററിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാനത് കുറച്ചുകൂടെ വലുതാക്കിയിട്ട് ഇവിടെ വരച്ച് തരാം. ഇതിലിപ്പോൾ ഡൗൺവേർഡും ഉണ്ട്, അപ്വേർഡ് സ്ട്രോക്സും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് സ്ട്രോക്കിലാണ്. ഞാനതൊന്ന് വലുതാക്കി വരച്ച് തരാം. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ സ്ട്രെച്ചിൽ വരക്കുക എന്നുള്ളതാണ്. ഒറ്റ സ്ട്രെച്ചിൽ എഴുതണം നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത്. ഇതുപോലെ എഴുതിയതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ പെൻസിൽ പോയ ഡയറക്ഷൻ നോക്കി നമുക്ക് തിക്കൻ ചെയ്യേണ്ട പോർഷൻസ് തിക്കൻ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇവിടെ നമുക്ക് ഡൗൺവേർഡ് സ്ട്രോക്കാണ് വരുന്നത്, ദെൻ അപ്വേർഡ്, ദെൻ ഇവിടെ ഒരു ഡൗൺവേർഡ് സ്ട്രോക്ക് വരുന്നുണ്ട്, അപ്വേർഡ് സ്ട്രോക്ക്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ട്രോക്സ് കിട്ടി. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് അപ്വേർഡ് സ്ട്രോക്കൊക്കെ തിന്നാണ്, ഡൗൺവേർഡാണ് നമുക്ക് തിക്കായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡൗൺവേർഡ്, ഫസ്റ്റ് ഇവിടെ ഒരു ഡൗൺവേർഡ് സ്ട്രോക്ക് വരുന്നുണ്ട്, അവിടെ ഒന്ന് തിക്കൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് പെൻസിൽ വെച്ചിട്ട് ഒരു ലൈൻ അവിടെ വരച്ചു കൊടുക്കാം, കുറച്ച് തിക്കൻ ചെയ്ത് കൊടുക്കാം. ദെൻ അതിനുശേഷം ഒരു അപ്വേർഡ് സ്ട്രോക്കാണ് തിൻ, ദെൻ ഡൗൺവേർഡ്, ഇവിടെയും കൂടെ ഒന്ന് തിക്കൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ബാക്കി കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അടുത്തത് ലെറ്റർ ബി. ആദ്യം അപ്വേർഡ്, ദെൻ ഡൗൺവേർഡ് തിക്കാണ് വേണ്ടത്, ദെൻ അപ്വേർഡ്, ഡൗൺവേർഡ്, ദെൻ അതൊന്ന് നന്നായിട്ട് ഡാർക്കാക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിത് ബ്രഷ് പെൻസൊക്കെ വെച്ച് ചെയ്യുന്നതിന് മുമ്പ് ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കതിൻ്റെ എങ്ങനെയാണ് ലെറ്റേഴ്സിലുള്ള ആ ഒരു സ്ട്രോക്സ് ഒക്കെ പോകുന്നതെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്വേർഡ് സ്ട്രോക്സ് എത്ര പ്രഷർ കൊടുക്കണം, ഡൗൺവേർഡിന് എത്ര പ്രഷർ കൊടുക്കണം എന്നുള്ള സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബ്രഷ് പെൻസൊക്കെ വെച്ച് കാലിഗ്രഫി ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനനുസരിച്ചിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അപ്വേർഡിൽ എപ്പോഴും നമ്മൾ ഫ്ലോ ആയിട്ട് നല്ല തിന്നായിട്ട് വരച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഡൗൺവേർഡിൽ കുറച്ച് തിക്കായിട്ട് വരക്കാം. പിന്നെ നമുക്ക് കൈക്ക് ആ ഒരു ഒഴുക്ക് വരക്കുന്ന സമയത്ത് ആ ഒരു ഒഴുക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള ലൈൻസ് വരച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ സ്ട്രെച്ചിൽ വരക്കുക. ഇതേപോലെ ബ്രേക്ക് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇപ്പം നിർത്തി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ആ ഒരു ഫ്ലോ ബ്രേക്ക് ആയതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇതേപോലെ ആ ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ കൈ വെക്കാതെ വരക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പഴയ ഇങ്ങനെയുള്ള വരെയുള്ള നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ പഴയ ഡയറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ കൈ അതിനനുസരിച്ച് നല്ല ഫ്ലെക്സിബിളായിട്ട് പോയിക്കോളും. അപ്പോൾ നമുക്ക് കാലിഗ്രഫി ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബ്രഷ് പെൻസ് ഒന്നും വെച്ചല്ല ചെയ്യുന്നത്, പെൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
ഇനി നമുക്കൊന്ന് ആൽഫബറ്റ്സ് ചെയ്ത് നോക്കാം A to Z. അപ്പോൾ നമുക്ക് ഓരോന്നും ഇതേപോലെ ആദ്യം പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഓരോ ലെറ്റർ എഴുതാം. എന്നിട്ട് അതിന് ശേഷം പെന്ന് വെച്ചിട്ട് തിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഡൗൺവേർഡ് സ്ട്രോക്ക് വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ ആൽഫബറ്റ്സ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേന ഉപയോഗിച്ചിട്ടുള്ള കാലിഗ്രാഫിക് ഫോണ്ട് റെഡി ആയിട്ടുണ്ട്, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതുന്ന സമയത്ത് ഈ ഫോണ്ട് നമുക്ക് ഈ ഫോണ്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അപ്വേർഡ് സ്ട്രോക്കും ഡൗൺവേർഡ് സ്ട്രോക്കും. അപ്പോൾ നമ്മളിപ്പോൾ പെൻസിലും പേനയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രോക്സ് തിക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ലൈനും കൂടെ ആഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ നമുക്ക് ഇനി ബ്രഷ് പെൻസ് വെച്ച് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ഇതേപോലെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് പെൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മുടെ കൈക്ക് നല്ലൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ പെയിൻറ് ചെയ്തിട്ട് അതിൽ കാലിഗ്രഫി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.